ഹായ്. ലോക്കൽ വാല്യൂ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്താണെന്നറിയോ? ഒരു നമ്പറിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഡിജിറ്റ്സിൻ്റെ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ന്യൂമറൽസ് പറയുന്നത്. ഈ ന്യൂമറൽസിലെ ഡിജിറ്റ്സ് ഓരോ പൊസിഷനിലായിരിക്കും. നമുക്കറിയാം യൂണിറ്റ്, ടെൻസ്, ഹൺഡ്രഡ്, തൗസൻഡ്സ്, അങ്ങനെ ഓരോ പൊസിഷൻ മാറി മാറി വരും. ഓരോ പൊസിഷനിൽ നിൽക്കുന്ന അനുസരിച്ച് നമ്പറിന് ഓരോ വാല്യൂ ഉണ്ടാവും. ആ വാല്യൂവിനാണ് ലോക്കൽ, ആ ലൊക്കാലിറ്റിയിലുള്ള വാല്യൂ ലോക്കൽ അല്ലെങ്കിൽ ആ പ്ലേസിൽ നിൽക്കുന്ന വാല്യൂ എന്ന് പറയുന്നത്. അസം ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട്. 1ൻ്റെ ഫേസ് വാല്യൂ 1 തന്നെ, 2ൻ്റെ ഫേസ് വാല്യൂ 2 തന്നെ, 3യുടെ ഫേസ് വാല്യൂ 3 തന്നെ. എവിടെ പോയി നിന്നാലും 3 തന്നെയാണ്, 4 തന്നെയാണ്. അതാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിൽ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു അധ്യാപികയാണ്. അപ്പോൾ അധ്യാപിക എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ജോലി സ്ഥലത്ത്, എൻ്റെ കോളേജിൽ എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് അവിടെ എന്താണ്, ഞാനൊരു അധ്യാപികയാണ്. അതേസമയം എൻ്റെ പേരൻസിൻ്റെ അടുത്ത് ഞാനൊരു മകളാണ്. അതേസമയം എൻ്റെ സഹോദരൻ, എൻ്റെ ചേച്ചിമാരുടെ അടുത്ത് ഞാനൊരു അനിയത്തിയാണ്. ആങ്ങളയുടെ അടുത്ത് ഞാനൊരു പെങ്ങളാണ്. അങ്ങനെ എനിക്ക് എൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. അതായത് എന്താണ്, ആ പൊസിഷൻ അനുസരിച്ച് ഞാൻ എവിടെ നിൽക്കുന്നോ ആ പൊസിഷൻ അനുസരിച്ച് എൻ്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ലോക്കൽ, ഏത് ലൊക്കാലിറ്റിയിൽ നമ്മൾ നിൽക്കുന്നോ അതനുസരിച്ച് നമുക്കൊരു വാല്യൂ ഉണ്ട്. അതാണ് ലോക്കൽ വാല്യൂ എന്ന് പറഞ്ഞ പോലെ നമ്പറിനുള്ള വാല്യൂ ആണ് എന്ത്, ലോക്കൽ വാല്യൂ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ. അത് നിൽക്കുന്ന പ്ലേസ് അനുസരിച്ച് അതിൻ്റെ വാല്യൂ അനുസരിച്ച് ഓരോ ലൊക്കാലിറ്റി അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പം അത് ആത്യന്തികമായി മനുഷ്യൻ എന്ന് പറയുന്ന എന്താണ് ഒരാളുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യനാണ് ഒരു നല്ല മനുഷ്യൻ എന്നൊക്കെ നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതാണ് ഒരാളുടെ ഐഡന്റിറ്റി. പക്ഷെ ഓരോ ലൊക്കാലിറ്റി അനുസരിച്ച് നമ്മുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ മോശമായ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മുടെ വാല്യൂ മാറും, നല്ല രീതിയിൽ പോയാൽ അതനുസരിച്ച് നമ്മുടെ വാല്യൂ മാറും. ഇതാണ് ലോക്കൽ അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഫേസ് വാല്യൂ എപ്പോഴും എന്താണ്, നമ്മളെ മനുഷ്യൻ എന്ന് പറയുന്ന ആ വ്യക്തി തന്നെയാണ്, ഒരു വ്യക്തിയാണ് അല്ലേ. അതാണ് നമ്മുടെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്പറിന് ആത്യന്തികമായിട്ട് ഡിജിറ്റ്സ് എന്തൊക്കെയാണ്, 0 തുടങ്ങി 0 തുടങ്ങി 9 വരെ ഡിജിറ്റ്സ് ഉണ്ട്. അതിനെല്ലാം ഒരു ഫേസ് വാല്യൂ ഉണ്ട്. 9ൻ്റെ ഫേസ് വാല്യൂ 9, 8ൻ്റെ ഫേസ് വാല്യൂ 8, 7ൻ്റെ ഫേസ് വാല്യൂ 7. അങ്ങനെ ഫേസ് വാല്യൂവിന് മാറ്റമില്ല. പ്ലേസ് അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. പൊസിഷൻ അനുസരിച്ച് ഈ ലോക്കൽ വാല്യൂ മാറിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ പ്ലേസ് വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ നമ്പറിൽ വാട്ട് ഈസ് ദ ലോക്കൽ ക്വസ്റ്റ്യൻ നോക്കുക. വാട്ട് ഈസ് ദ ലോക്കൽ വാല്യൂ ഓഫ് 347 ഇൻ ദ നമ്പർ 7,53,241. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഈ നമ്പറിനകത്ത് ഈ പറഞ്ഞിരിക്കുന്ന 347 എന്ന് പറയുന്ന നമ്പറിൻ്റെ 3യുടെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ എന്താണ്, 4ൻ്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ എന്താണ്, 7ൻ്റെ പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ എന്താണ്, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കാം. ഇത് നമ്മൾ റീഡ് ചെയ്യുന്നത് 1 എന്ന് പറയുമ്പോൾ വൺസിൻ്റെ പൊസിഷനിലാണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് റീഡ് ചെയ്യുന്നത്. 1 ഒറ്റ, 10, 100, 1000, 10,000, ലക്ഷം, ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്യും. അല്ലെങ്കിൽ വൺസ്, ടെൻസ്, 100, 1000, 10,100, ലാക്ക്, ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ നോക്കുക. ഇവിടെ വൺസിൻ്റെ പൊസിഷനിൽ വരുന്ന നമ്പറിനെ നമ്മൾ 10⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 10ൻ്റെ പൊസിഷനിൽ വരുന്നത് 10⁻1, 10⁻1 10 തന്നെയാണ്. 100 പൊസിഷനിൽ വരുന്നത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് 10 സ്ക്വയർ, അതായത് 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ ആണ്. 1000 എന്ന് പറയുമ്പോൾ 10 ക്യൂബ് ആണ്. 10,000 എന്ന് പറഞ്ഞാൽ 10⁻4 ആണ്. ലാക്ക് എന്ന് പറയുമ്പോൾ 10⁻5 ആണ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന 4ൻ്റെ ലോക്കൽ വാല്യൂ ഏതാണ്, 4 ഏത് പൊസിഷനിലാണോ ആ വാല്യൂ ആണ് നമുക്ക് 4ന് കിട്ടുക. അപ്പോൾ നോക്കുക, 4 ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത്, 4 വൺസ് 10th പൊസിഷനിലാണ് അല്ലേ, 10th പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പോൾ 4ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 4 × 10⁻1 ആണ്. അതായത് 40 ആണ് 4ൻ്റെ ഇവിടുത്തെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായോ, പ്ലേസ് വാല്യൂ. ഇനി നോക്കിയേ, പിന്നെ മറ്റൊരെണ്ണം ചോദിച്ചിരിക്കുന്നത് നമ്മളോട് 7 അല്ലേ, 3യുടെ പ്ലേസ് വാല്യൂ ചോദിച്ചായിരുന്നു. 3യുടെ പ്ലേസ് വാല്യൂ നോക്കി, 3 എവിടെയാണ് നിൽക്കുന്നത്, 3 നിൽക്കുന്നത് വൺസ്, 100, 10th, 100th, 1000 പൊസിഷനിലാണ് അല്ലേ, 1000ൽ, അതായത് 1000ൻ്റെ പൊസിഷനിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ 3 × 10 ക്യൂബ് എന്ന് നമ്മളിതിനെ ഡിനോട്ട് ചെയ്യും. മനസ്സിലായോ, ഇതിൻ്റെ ലോക്കൽ വാല്യൂ 3 × 10 ക്യൂബ്, 3 × 10 ക്യൂബ് അല്ലെങ്കിൽ എന്താ 3000 എന്ന്
നമ്മളിതിനെ മാർക്ക് ചെയ്യും. 3000 എന്ന് മാർക്ക് ചെയ്യും. ഇതാണ് ഇതിൻ്റെ ലോക്കൽ വാല്യൂ. 3യുടെ ഈ നമ്പറിലുള്ള ലോക്കൽ വാല്യൂ 3000 ആണ്. 4ൻ്റെ ഈ നമ്പറിലുള്ള ലോക്കൽ വാല്യൂ 40 ആണ്. ഇനി നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ഓർഡർ കാര്യം കൂടെ 7ൻ്റെ ചോദിച്ചിട്ടുണ്ട്. 7 ഏത് പൊസിഷനിലാണ് നിൽക്കുന്നത് നോക്കിയേ, ലാക്കിൻ്റെ പൊസിഷനിൽ അല്ലേ. 7 എന്ന് പറയുന്നത് ലാക്ക് പൊസിഷനിലാണ്. ലാക്കിനെ നമ്മൾ 10⁵5 കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുക. അങ്ങനെയാണ് അതിൻ്റെ ലോക്കൽ വാല്യൂ എന്ന് പറയുമ്പം 7 × 10⁵5 ആണ്. അല്ലെങ്കിൽ എന്താണ് 7 ലാക്ക്. 7 ലാക്ക് എന്ന് പറഞ്ഞാൽ 7 ഇട്ടിട്ട് 5 0 ഇട്ടാൽ മതി അല്ലേ, 5 0 ഇട്ടാൽ മതി. അപ്പോൾ 1 10 100 1000 10000 ലക്ഷം. കണ്ടോ, ഇതാണ് ലോക്കൽ വാല്യൂ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. അതായത് ഈ നമ്പറിൽ മാത്രമേ ഈ നമ്പറിലാണ് 4ൻ്റെ ലോക്കൽ വാല്യൂ അല്ലെ പ്ലേസ് വാല്യൂ 40, 3യുടെ ലോക്കൽ വാല്യൂ എന്താണ് 3000, 7ൻ്റെ ലോക്കൽ വാല്യൂ 7 ലാക്ക്. ഈ ഒരു നമ്പർ മാറുന്നതനുസരിച്ച് ഈ ലോക്കൽ വാല്യൂ മാറിക്കൊണ്ടേ ഇരിക്കും അല്ലെ, പ്ലേസ് വാല്യൂ മാറിക്കൊണ്ടേ ഇരിക്കും. അതേസമയം ഫേസ് വാല്യൂ എന്ന് പറയുന്നത് ഫേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 3യുടെ ഫേസ് വാല്യൂ 3 തന്നെ, 4ൻ്റെ പ്ലേസ് വാല്യൂ 4 തന്നെ, 7ൻ്റെ ഫേസ് വാല്യൂ 7 തന്നെ. അതിന് മാറ്റമൊന്നുമില്ല, ഫേസ് വാല്യൂവിന് മാറ്റമില്ല. അതേസമയം ലോക്കൽ വാല്യൂ അല്ലെ പ്ലേസ് വാല്യൂ അല്ലെ ലോക്കൽ വാല്യൂവിന് മാത്രമേ മാറ്റവും. ഈ ഒരു ക്വസ്റ്റ്യനിൽ മാത്രമാണ് എന്താണ് 3യുടെ പ്ലേസ് വാല്യൂ 3000, 4ൻ്റെ പ്ലേസ് വാല്യൂ 4000, അല്ലെ 7ൻ്റെ പ്ലേസ് വാല്യൂ 7 ലാക്കും ആയത്. ഇതേപോലുള്ള സ്ഥലത്ത് മറ്റു ചിലയിടത്ത് 7000 ഒക്കെ വരും, 7 ലാക്കൊക്കെ വരും. സമയം നമ്പർ മാറുന്നതനുസരിച്ച് ഈ 4നും 3ക്കും 7നും ഒക്കെ എന്താണ് പ്ലേസ് വാല്യൂ മാറിക്കൊണ്ടേ ഇരിക്കും. അടുത്തൊരു എക്സാമ്പിൾ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ ലോക്കൽ വാല്യൂ ഓഫ് 2 and 1? ദ നമ്പർ എന്താണ് 2730 എന്ന് പറയുന്ന ഈ നമ്പറിലാണ്. അപ്പം നോക്കാം, ഈ നമ്പർ ഫേസ് വാല്യൂ ആണ് നമ്മളോട് ചോദിച്ചിരിക്കുക, അല്ല പ്ലേസ് വാല്യൂ അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ ആണ്. ഇപ്പം നോക്കാം, 3 എന്ന് പറയുന്നത് വൺസിൻ്റെ പൊസിഷനിലാണ് എന്ന് പറഞ്ഞാൽ 10⁻0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിൻ്റെ ലോക്കൽ വാല്യൂ ആണ്. 1 എന്ന് പറയുന്നത് 10th പൊസിഷനിലാണ്, 10ൻ്റെ സ്ഥാനത്താണ്, 10⁻1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 7 എന്ന് പറഞ്ഞാൽ 100th പൊസിഷനിലാണ് എന്ന് പറഞ്ഞാൽ 10² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 2 എന്ന് പറയുന്നത് ഏത് പൊസിഷനിലാണ്, 1000 പൊസിഷനാണ്, 10³ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നോക്കാം, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, 2ൻ്റെ പ്ലേസ് വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. 2ൻ്റെ പ്ലേസ് വാല്യൂ എന്താണ്, 2ൻ്റെ പ്ലേസ് വാല്യൂ 2 എവിടെയാണ് നിൽക്കുന്നത്, 1000 പ്ലേസിലാണ്, 1000ൻ്റെ പ്ലേസിലാണ്. അപ്പോൾ 2000, അതായത് 2ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 2 × 10⁻3 ആണ്, അല്ലെങ്കിൽ 2000 ആണ് നമ്മുടെ 2ൻ്റെ പ്ലേസ് വാല്യൂ. അതേസമയം 1ൻ്റെ പ്ലേസ് വാല്യൂ, 1 എവിടെയാണ് നിൽക്കുന്നത്, 1 10th പൊസിഷനിലാണ്. അപ്പോൾ 1 × 10⁻1 ആണ് പ്ലേസ് വാല്യൂ, അല്ലെങ്കിൽ ലോക്കൽ വാല്യൂ എന്ന് പറയുന്നത് 10 ആണ് 1ൻ്റെ പ്ലേസ് വാല്യൂ. അപ്പം കണ്ടോ, പ്ലേസ് മാറുന്നതനുസരിച്ച് ഓരോ നമ്പറിനും പ്ലേസ് വാല്യൂവിന് മാറ്റം വരും, ലോക്കൽ വാല്യൂവിന് മാറ്റം വരും. അപ്പോൾ ഈ ഒരു നമ്പറിലാണ് 1ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ് 10ഉം 2ൻ്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് 2000ഉം ആയത്. മനസ്സിലായോ. അപ്പോൾ ഇങ്ങനെ പ്ലേസ് മാറുന്നതനുസരിച്ച് മാറ്റം വരും. ലോക്കൽ വാല്യൂ അല്ലെ പ്ലേസ് വാല്യൂ, ലൊക്കേഷൻ മാറുന്നതനുസരിച്ച് മാറ്റമുള്ള വാല്യൂ ആണ്. അസമയം ഫേസ് വാല്യൂവിന് ഒരു മാറ്റമില്ല. 2ൻ്റെ ഫേസ് വാല്യൂ 2 തന്നെ, 1ൻ്റെ ഫേസ് വാല്യൂ 1. നോക്കുക, വാട്ട് ഈസ് ദ ലോക്കൽ വാല്യൂ ഓഫ് 9832 ഇൻ ദ നമ്പർ. താഴെ തന്നിരിക്കുന്ന ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ 9ൻ്റെയും 8ൻ്റെയും 3യുടെയും 2ൻ്റെ ലോക്കൽ വാല്യൂ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. അതായത് ലോക്കൽ വാല്യൂ അല്ലെ പ്ലേസ് വാല്യൂ കണ്ടുപിടിക്കാൻ. അതിൻ്റെ തന്നെ ഫേസ് വാല്യൂ നിങ്ങൾ എഴുതണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കി നന്നായിട്ട് മനസ്സിലാക്കുക. എന്നിട്ട് നമ്മളെ പഠിപ്പിച്ച വീഡിയോ ഒന്ന് നോക്കുക. അതിന് മുമ്പ് നമ്മൾ പറഞ്ഞതനുസരിച്ച് മനസ്സിലായോ എന്നറിയാമല്ലോ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കണ്ടുപിടിക്കുക ഇതിൻ്റെ ലോക്കൽ വാല്യൂ. അപ്പോൾ ആൻസർ കിട്ടിയെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ, ഇതാണ് 9ൻ്റെ കണ്ടുപിടിക്കണം, 8ൻ്റെ 3ൻ്റെ 2ൻ്റെ ഇത്രയും നമ്പറിൻ്റെ പ്ലേസ് വാല്യൂ അല്ലെ ലോക്കൽ വാല്യൂ ഈ നമ്പറിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ അതനുസരിച്ച് ആൻസർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ നിങ്ങൾ ഇതേപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതേപോലുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.